ഹായ് ഫ്രണ്ട്സ്, ആരിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബീഫ് ഇടിച്ചമുളകിട്ട് ഉലത്തിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ബീഫ് ഇടിച്ചമുളകിട്ട് ഉലത്തിയത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഞാനിതിനായിട്ട് ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഒരു കുക്കറിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തത് മുളക് പൊടി. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതും ഒരു 1/4 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ഞാൻ 1 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ അത്യാവശ്യം ഇത്രയും മതിയാവും. അപ്പോൾ അതേ ഒരു സ്പൂണിന് അടുത്തൊരു മല്ലിപ്പൊടി കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ്. അത് 1 സ്പൂൺ വിനീഗറും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ബീഫ് എല്ലാ ഭാഗത്തേക്കും മസാല ഒക്കെ പിടിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കുക്കറിനകത്തിട്ടിട്ട് ഒരു 5 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഒരുപാട് ഹാർഡായി പോകില്ല, നല്ല സ്മൂത്തായിട്ട് ബീഫ് നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം ഏതാണ് ഇതിൻ്റെ പരുവമെന്ന്. ഇപ്പോൾ ഓരോ കുക്കറിൻ്റെ വിസിലിൻ്റെ ഇതനുസരിച്ചായിരിക്കും. ഇപ്പോൾ എൻ്റെ കുക്കറിൽ 5 വിസിലടിക്കുമ്പോഴേക്കും ഇത് കറക്റ്റ് പരുവത്തിലേക്ക് വെന്ത് വരും. കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റ് ഗ്യാസിലിടുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, നല്ല സ്മൂത്തായിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോകാതെ തന്നെ ബീഫ് കറക്റ്റ് പരുവത്തിൽ നമുക്ക് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് ഗ്യാസ് അടുപ്പിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം ഏതാണ് അതിൻ്റെ പരുവം എന്നുള്ളത്. നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ഞാൻ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വരണം. നല്ലതുപോലെ തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 ഇടത്തരം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു അളവിൽ നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഉപ്പ് മാത്രമേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉപ്പൊക്കെ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിടണം. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇടുമ്പോൾ തന്നെ നമുക്ക് നോക്കിയൊന്ന് ഇടുകയാണെങ്കിൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സവാള നല്ലതുപോലെ കുഴഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഒരു പച്ച കടിക്കുന്നത് പോലെ കിടക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു തണ്ട് വേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ഇടുമ്പോൾ എപ്പോഴും കീറി ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വേപ്പില ഇട്ടിട്ട് സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സവാള വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഓക്കെ, ഇപ്പോൾ സവാള ഈ ഒരു പരുവത്തിനകത്തേക്ക് നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇടിച്ച മുളക് എന്നൊക്കെ പറയുമ്പോൾ ചില സ്ഥലത്ത് കുത്തിയ മുളക് എന്ന് പറയും, ചില സ്ഥലത്തേക്ക് ഇതിന് ചതച്ച മുളകെന്നും പറയും. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. ഇപ്പം ഞാനിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മളിതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു മുളകിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. കാണാൻ തന്നെ ഒരു ഭംഗിയുള്ളൊരു കളർ വരും. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ആ ഒരു ഭംഗിയുള്ള കളർ വരുമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനിയും മുളകിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം മുളകിൻ്റെ ഇതൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഒരു ഇടത്തരം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറയണത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ മുളക് മൂത്ത് വരും. അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒരുവിധം ഒന്ന് ഉടഞ്ഞ് വരുന്നത് പരുവാവണം. അപ്പോൾ ഇത് നമ്മുടെ ഇത് മൂത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാ ബീഫും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പിലിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ കുഴഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സവാളയും ഇടിച്ചമുളകും അതിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ച് പെരണ്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്ത് ടേസ്റ്റാണെന്ന്. സത്യമായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ബീഫ് ഉലത്തിയതിന്. ശരിക്കും ചോറിൻ്റെ കൂടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോര് കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പെരണ്ട് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് നേരം കൂടി ഇട്ടാൽ മതിയാകും. ഇനി ഒരു 5 മിനിറ്റും കൂടെ കിടക്കുമ്പോഴേക്കും നമ്മുടെ ബീഫ് കറക്റ്റ് പരുവത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് നമുക്ക് തയ്യാറായിട്ട് വരുന്നുണ്ട്. കണ്ടോ എന്താ ഭംഗി നോക്കിയില്ലേ, ബീഫ് സെറ്റപ്പ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ, അത്രയ്ക്കും ടേസ്റ്റാണ്. ചപ്പാത്തിയിലൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണിത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം നമ്മുടെ ബീഫൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണ്ടത് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പരണ്ട് വരുന്ന ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകാണ്. നമ്മൾ അത്യാവശ്യം എരിവൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു പച്ചമുളകിൻ്റെ ഒരു സ്മെല്ല്, ഒരു പച്ച സ്മെല്ല് ഇതിന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ 2 പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ലാസ്റ്റ് ഫൈനൽ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നത്, എപ്പോഴും മല്ലിയില. അപ്പോൾ അതേ മല്ലിയില നന്നായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്, അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഈ വെളുത്തുള്ളി പച്ചമുളക് മല്ലിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം അടുപ്പത്തിടാൻ പാടില്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടെന്നാണ്. അതിപ്പോൾ രണ്ട് തണ്ട് വേപ്പിലോട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അടിപൊളിയായി നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഇടിച്ചമുളകിട്ട് ഉലത്തിയത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പുതുമ ഒരു ടേസ്റ്റ് ഇതിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൽ നല്ലൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, അതുവരെ താങ്ക് യു.